الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തെ പരിപാലിച്ച് നിയന്ത്രിക്കുന്ന നാളെ വിചാരണാ നിലയത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ സുഫിയാനു സൗരി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, വലൗ അന്നബിൽ ബഹായിമു തഅകിലു മിനൽ മൗത്ത് മാ തഅകിലൂന മാ അകൽതും മിൻഹാ സമീന. മരണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മൃഗങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവയിൽ നിന്ന് തടിച്ച ഒന്നുപോലും നിങ്ങൾ ഭക്ഷിക്കില്ലായിരുന്നു. അഥവാ മരണത്തെക്കുറിച്ച് കൃത്യമായി മൃഗങ്ങൾക്കറിയുമെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞുപോയി തടിച്ച ഒരൊട്ടകത്തെയോ ഒരാടിനെയോ ഒരു മാടിനെയോ കിട്ടാത്ത അവസ്ഥ വന്നു ആകുമായിരുന്നു. മനുഷ്യൻ മരണത്തെക്കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്ന മരണം, 3 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു എന്ന വാർത്ത കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഖബറ് കളച്ച് അത് പൂർത്തിയാക്കി ഫിനിഷാക്കിയതിന് ശേഷം നെഞ്ചുവേദന വന്ന് മരിച്ച് അന്ന് വൈകുന്നേരമായപ്പോഴേക്കും താൻ കുടിച്ച ആ ഖബറിൽ തന്നെ കിടക്കേണ്ടി വന്ന ആളുകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തൊരു ദിവസം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 1,50,000 പേർ ഒരു ദിവസം മരിക്കുന്നുണ്ട് എന്നാണ് വേൾഡ് ഡെത്ത് റേറ്റ് കാണിക്കുന്നത്. നമ്മളും ഒരു ദിവസം തിരിച്ചു പോകേണ്ടി വരുമെന്ന് ഖുർആൻ ഗണ്ഡിതമായി പറഞ്ഞ കാര്യവും നമ്മൾ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ സത്യവുമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ, പരലോകത്ത് നന്മ ചെയ്തവന് നന്മയുടെ പ്രതിഫലവും തിന്മ ചെയ്തവന് തിന്മയുടെ ശിക്ഷയും പൂർത്തീകരിച്ചു കൊടുക്കും. ഫമൻ സുഖ്സിഹാ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന,
ആരെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അതാണ് അവൻ്റെ ഏറ്റവും വലിയ വിജയം. വമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവെന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കുന്ന വിഭവമാണ്. ഈ ലോകത്തെ ആരോഗ്യവും സമ്പത്തും സൗന്ദര്യവും സൗകര്യങ്ങളും വീടും എല്ലാം നമുക്ക് പരീക്ഷണത്തിന് വേണ്ടി തന്നതാണ്. പരീക്ഷണമെന്നതൊരിക്കലും ബുദ്ധിമുട്ടും പ്രയാസവും ദാരിദ്ര്യവും മാത്രമല്ല, ഐശ്വര്യം പരീക്ഷണമാണ്, ആരോഗ്യം പരീക്ഷണമാണ്, ജീവിതത്തിൽ ദീൻ ലഭിച്ചു എന്നത് നമുക്ക് പരീക്ഷണമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ പറയുക, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നും ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. മനുഷ്യൻ മരണത്തിൽ നിന്നും അകന്നു പോകാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? നെഞ്ചുവേദന വന്നാൽ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. എന്താണ്? ആക്സിഡൻറ്റ് വന്നാൽ പെട്ടെന്ന് അവിടേക്ക് എത്തിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? സ്ട്രോക്ക് വന്നാൽ അവിടേക്ക് എത്തിക്കണമെന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം, മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് മനുഷ്യന് വേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അഊദു ബിസ്സതികല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലദീ ലാ യമൂത്ത് വൽ ജിന്നു വൽ ഇൻസു യമൂത്ത്. അള്ളാഹുവിനെ പിടിച്ച് ശരണം തേടുകയാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, അവൻ മരിക്കാത്തവനാണ്, മനുഷ്യനും ജിന്നുകളുമൊക്കെ മരിക്കും എന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വഫാത്തായെങ്കിൽ ഒരാളും ഈ ലോകത്ത് ബാക്കിയാവുകയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ഒന്നും നമുക്കറിയുകയില്ല. ആഗ്രഹം മരിക്കാതിരിക്കാനാണ്. പക്ഷേ ലാ യസാലു ഖൽബുൻ കബീറു ശാബൻ ഫി ഇത്നൈനി ഫി ഹുബ്ബിദ് ദുനിയ വതൂലിൽ അമൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, രണ്ടു കാര്യത്തിൽ വൃദ്ധൻ്റെ ഹൃദയം യുവത്വത്തിലായിരിക്കും. വൃദ്ധൻ്റെ ഹൃദയം യുവത്വത്തിലായിരിക്കും. ഒന്ന്, ഐഹിക ലോകത്തോടുള്ള ഇഷ്ടം. പ്രായം കൂടുന്തോറും ഐഹിക ലോകത്തോടുള്ള മോഹവും ആഗ്രഹവും പ്രതീക്ഷയും പ്ലാനിങ്ങും വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതേപോലെ പ്രായം കൂടുന്തോറും ദീർഘായുസ്സിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ മരിക്കേണ്ടെന്ന ആഗ്രഹം യുവാക്കളെക്കാൾ കുട്ടികളെക്കാൾ കൂടുന്നത് വൃദ്ധന്മാരിലാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഒരിക്കലും കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴെന്നറിയില്ല, എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണോ നമ്മൾ മരിക്കുക? വീട് പണി കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് ആളുകൾ മറിഞ്ഞു വീണ് മരിച്ചു പോകുന്നു. മകളുടെ വിവാഹത്തലേന്ന് ആക്സിഡൻ്റായി മരിക്കുന്നു. മക്കളുടെ പഠിക്കുകയാണ്, അവരുടെ പഠനം പൂർത്തിയാക്കിയിട്ടില്ല, വാപ്പ മരിച്ചു പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് പരിശുദ്ധമായ ആത്മാവിനെ തന്ന അല്ലാഹു ആ ആത്മാവിനെ ഖൽബുൻ സലീമായി തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സഅ വയുനസ്സിലു الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു, ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണെന്ന് പ്രവർത്തിക്കുക എന്നത് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുകയെന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. നമ്മൾ 10,000 വട്ടം കാലടി വെച്ച സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ മരിക്കുക, അല്ലെങ്കിൽ നമ്മൾ 10,000 വട്ടം കിടന്നുറങ്ങിയ കട്ടിലിലായിരിക്കും നമ്മൾ മരിക്കുക. ആ സ്ഥലം നമ്മുടെ മരണം നിർണയിക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ അതിലൂടെ ധാരാളം സമയം നമ്മൾ കടന്നുപോയിട്ടുണ്ടാകും. എന്നിരുന്നാലും സമയമെത്തിയാൽ അവിടെ വെച്ച് നമ്മൾ മരിക്കും. ശൈഖ് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, അൻത ലാ തസ്അലു മതാ തമൂത്ത്
ولا أين تموت لأن هذا أمر لا يحتاج إلى سؤال وأمر مفروغ منه ولا بد أن يكون. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉതൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നു, എപ്പോൾ മരിക്കുമെന്ന്, എവിടെ വെച്ച് മരണപ്പെടുമെന്നോ ആരും ചോദിക്കേണ്ടതില്ല, ആരായേണ്ടതില്ല. കാരണം അത് ചോദിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. അത് സുനിശ്ചിതമായ കാര്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മൾ ഉമ്മയുടെ വയറ്റിലുണ്ടാകുന്നതിന് മുമ്പ് തീരുമാനിച്ചതാണ് നമ്മളെവിടെ മരിക്കുമെന്ന്. ഓരോ നിമിഷവും ടിക് 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 എന്ന് പറഞ്ഞ് ഹൃദയം മിടിക്കുന്നുണ്ടെങ്കിൽ ഹൃദയമിടിപ്പിൻ്റെ അളവ് കുറയുകയാണ്, നമ്മുടെ ആയുസ്സിൻ്റെ അളവ് കുറയുകയാണ്. ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നൊരു വർഷമാണ് കൊഴിഞ്ഞു പോകുന്നത്. മരണസ്ഥലത്തേക്ക് അല്ലാഹു തആല എത്തിക്കും. ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹ ഹാജതൻ ഔ ഖാല ബിഹ. ഒരാവശ്യമുണ്ടായിരിക്കും. മരണസമയത്തേക്കും മരണസ്ഥലത്തേക്കും എത്തേണ്ട ഒരാവശ്യം അവനുണ്ടായിരിക്കും. മേലാറ്റരങ്ങാടിയിൽ വെച്ച് ആംബുലൻസിൽ വെച്ചാണ് മരിക്കേണ്ടതെങ്കിൽ ആ സമയത്തേക്ക് അവിടെ എത്തിയിരിക്കും. റഷ്യയിൽ വെച്ചാണ് മരിക്കേണ്ടതെങ്കിൽ അവിടേക്ക് പോകാൻ വിചാരിക്കാത്തവനും അവിടേക്ക് എത്തിയിരിക്കും. മരണമെന്നത് അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത്, ആ സമയത്ത്, ആ രൂപത്തിൽ അത് സംഭവിക്കും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരതിഥിയാണ്. നമ്മൾ ക്ഷണിക്കാതെ അവിചാരിതമായി കടന്നു വരുന്ന ഒരതിഥിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണത്തിന് വേദനയുണ്ട്. ഇന്നൽ മൗത്ത് ഫസഉൻ. മരണം ഭീതിജനകമാണ്. മരണം ഭീതിജനകമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഭീതി കുറക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറക്കാൻ പറ്റുക? അമലുസ്വാലിഹാത്ത് പ്രവർത്തിച്ച് ചെയ്യുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത് സുമ്മ നസബ യദഹു ഫജഅല യഖൂലു ഫിർ റഫീഖിൽ അഅ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് എന്തൊരു വേദനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വലൗ തറാ ഇദ് യതഫല്ലദീന കഫറുൽ മലായിക യളിബൂന വുജൂഹഹും വഅദ്ബാരഹും വദൂഖു അദാബൽ ഹരീഖ് ദാലിക ബിമാ ഖദ്ദമത് ഐദീകും വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൽ ലിൽഅബീദ്. സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ അവരോട് പറയും, ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന്. കത്തിക്കരിഞ്ഞു പോകുന്ന ശിക്ഷ ആസ്വദിക്കണമെന്ന് പറഞ്ഞ് ശരീരത്തിലടിച്ചാണ് ആത്മാവിനെ തിരിച്ചെടുക്കുക. അന്നാസിയാത്തി ഗർക. ഓരോ രോമകൂപങ്ങളിലും മുഴുകി പ്രവേശിച്ച് അവൻ്റെ ശരീരത്തിൽ വ്യാപിക്കുന്ന ആത്മാവിനെ പിടിച്ചെടുത്ത് സ്വരുക്കൂട്ടി ആ ആത്മാവിനെ കൊണ്ട് ആകാശത്തേക്ക് കയറിപ്പോകുന്ന മലക്കിനെ നേരിൽ കാണേണ്ടി വരും. ആര് കാണേണ്ടി വരും? മരിക്കുന്നവൻ കാണേണ്ടി വരുമെന്നല്ല, ഞാൻ കാണേണ്ടി വരും, നിങ്ങൾ ഓരോരുത്തരും കാണേണ്ടി വരും. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയുടെ അടുത്ത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പ്രവേശിക്കുകയുണ്ടായി. ആ സമയം അബൂ സലമയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. തിരുമേനി ആ കണ്ണുകൾ അടക്കുകയായി. എന്നിട്ട് പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബിള തബിഉഹുൽ ബസർ. തീർച്ചയായും ആത്മാവ് പിടിക്കപ്പെട്ടാൽ കണ്ണതിനെ പിന്തുടർന്നു പോകും. കണ്ണു മുഴുവൻ വെള്ളയായി കൃഷ്ണമണി മുകളിലേക്ക് കയറി പോകുന്ന അവസ്ഥ മരണത്തിൻ്റെ സമയത്തുണ്ട്. ആരനുഭവിക്കും? ഞാൻ അനുഭവിക്കും, നിങ്ങൾ അനുഭവിക്കും. ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, മാറി നിൽക്കേണ്ട തിന്മകളിൽ നിന്നും മാറി നിന്നിട്ടില്ലെങ്കിൽ, ഒഴിവാക്കേണ്ട ദുശീലങ്ങളിൽ നിന്ന് ഒഴിവായിട്ടില്ലെങ്കിൽ, സൽസ്വഭാവികളായി മാറിയിട്ടില്ലെങ്കിൽ, വഖത്തിന് നമസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ജമാഅത്തിന് അവസരം കിട്ടിയിട്ടും അതിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അറിയും, മനസ്സിലാക്കും മരണത്തിൻ്റെ സമയത്ത് എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മരണത്തിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയവും ആരോഗ്യവും ഉപയോഗപ്പെടുത്തണം. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇദാം സൈത
ഫലാ തൻതദിറു സബാഹ്, നീ വൈകുന്നേരമായാൽ ഒരിക്കലും പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്, രാവിലെയെ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ രാവിലെയെ പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ അന്ന് വൈകുന്നേരം തൗബ ചെയ്തിരിക്കും. അയാൾ അന്ന് വൈകുന്നേരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അയാൾ തയ്യാറായിരിക്കും. വൈദാ അസ്ബഹത ഫലാ തൻതദിറുൽ മസാ, രാവിലെ പ്രഭാതമായാൽ വൈകുന്നേരം വരെ ഞാൻ ഉണ്ടായിരിക്കുമെന്നൊരാളും ചിന്തിക്കരുത്. ഖുദ് മിൻ സിഹ്ഖതിക ലിമറദിക, രോഗം വരുന്നതിന് മുമ്പ് നിൻ്റെ ആരോഗ്യത്തെ നീ നാളെ പരലോകത്തേക്ക് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. വമിൻ ഹയാതിക ലിമൗതിക, മരണത്തിന് മുമ്പ് ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. ഇത് വസിയ്യത്തായിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാം നിങ്ങളെ ക്ഷേമവും കൊണ്ട് പരീക്ഷിക്കും. അഥവാ വനബലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന എന്ന അംബിയാഇന്റെ 35-ാമത്തെ വാചകമെടുത്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളെ നാം ക്ഷേമം കൊണ്ട് പരീക്ഷിക്കും, ആരോഗ്യവും അനാരോഗ്യവും കൊണ്ട് പരീക്ഷിക്കും, സമ്പത്ത് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പരീക്ഷിക്കും, അനുവദനീയമായ കാര്യങ്ങൾ കൊണ്ടും നിഷിദ്ധമായ കാര്യങ്ങൾ കൊണ്ടും പരീക്ഷിക്കും, അനുസരണം കൊണ്ടും ധിക്കാരം കൊണ്ടും പരീക്ഷിക്കും, നേർമാർഗവും ദുർമാർഗവും കൊണ്ടും പരീക്ഷിക്കും. ആ പരീക്ഷണത്തിനെ ബോധപൂർവം നേരിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ് മരണത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കുറവ് സംഭവിക്കുക എന്നാലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബിയുടെ കൂടെ ഒരു മയ്യത്ത് സംസ്കരണ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ വക്കിലിരുന്നു. നിലം നനയും വിധം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ മണൽ നനഞ്ഞു. ആരുടെ കണ്ണീര് കൊണ്ട്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീര് കൊണ്ട്. എൻ്റെ സഹോദരന്മാരെ, യാ ഇഖ്വാനി ലിമിത്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലെ ഒരു ദിവസം നമുക്കും വരും, നിങ്ങൾ തയ്യാറെടുക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സഹാബിയുടെ മയ്യത്ത് അവിടെ വെച്ച് ഖബറിൻ്റെ അടുത്ത് ഖബറാകാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ പറഞ്ഞ വാചകമാണ്, എൻ്റെ സഹോദരന്മാരെ, ഇതുപോലുള്ള ഒരു ദിവസം വരും, നിങ്ങളും തയ്യാറാകൂ എന്ന്. മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കണം. നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നകും തുദക്കിറുകുമുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർമ്മ കിട്ടും എപ്പോൾ? ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ. നമുക്ക് ഏറ്റവും ഉറ്റവരായ ആളുകളുടെ ഖബറിൽ ചെന്ന് അവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവർ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടം, അവർ വീട്ടിൽ ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെ, അവരുടെ ആഗ്രഹങ്ങൾ, അവർ ദുനിയാവിനോടുണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ് ഒക്കെ നമുക്ക് ഓർമ്മ വരും. അവരില്ലാത്ത കസാരയെ ഓർമ്മ വരും, അവരില്ലാത്ത കട്ടിലിനെ ഓർമ്മ വരും, അവരില്ലാത്ത വാഹനത്തെ ഓർമ്മ വരും. അതേപോലെ ഞാനില്ലാത്ത വാഹനവും ഞാനില്ലാത്ത കട്ടിലും ഞാനില്ലാത്ത ഡൈനിങ് ടേബിളും ഞാനില്ലാത്ത അങ്ങാടിയും ഉണ്ടാകുമെന്ന ഒരു ധാരണ ഖബർ കാണുമ്പോൾ നമുക്കുണ്ടായിരിക്കണം. ഖബർ സന്ദർശിക്കണം, മരണത്തെക്കുറിച്ച് ഓർമ്മ വരും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലിരിക്കവേ അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മുഅ്മിനീങ്ങളിൽ ശ്രേഷ്ഠരാരാണ് യാ റസൂലുള്ളാഹ്? അയ്യുൽ മുഅ്മിനീന അഫ്ളൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? അഹ്സനുഹും ഖുലുഖാ, സൽസ്വഭാവികളാണ് മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. രണ്ടാമത്തെ ചോദ്യം, ഖാല ഫഅയ്യുൽ മുഅ്മിനീന അക്കിയസ്, ബുദ്ധിയുള്ള മുഅ്മിനാരാണ്? നമുക്ക് ബുദ്ധിയുള്ള മുഅ്മിനാകണോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചാൽ മതി. എന്താണ് മറുപടി? അക്തറുഹും ലിൽ മൗത്ത് ദിക്റാ വഅക്സറുഹും ലിമാ ബഅദ ഇസ്തിഅദാദ ഉലൈക അക്കിയസ്. മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവൻ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനായി ഏറ്റവും നന്നായി തയ്യാറാകുന്നവനുമാണ് ബുദ്ധിമാൻ. അപ്പം മരണത്തെക്കുറിച്ചോർത്ത്, നാളെ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച്, ഖബറിൽ എത്ര വർഷം കിടക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല. നമ്മൾ മരിച്ച് 2000 വർഷം കഴിഞ്ഞിട്ടാണ് ഖിയാമത്ത് നാളെങ്കിൽ 2000 വർഷം നമ്മൾ കിടക്കേണ്ട ഇടുങ്ങിയ ഭവനമാണ് ഖബർ എന്ന തിരിച്ചറിവുണ്ടായാൽ നമുക്ക് നന്നാകാൻ സാധിക്കും.
നല്ലതാകാൻ സാധിക്കും. മരണത്തെക്കുറിച്ച് വല്യപ്പ പറയുമ്പോൾ, വല്യമ്മ പറയുമ്പോൾ, ഉമ്മ പറയുമ്പോൾ, ഉപ്പ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയല്ലേ എന്നുപദേശിക്കും. എന്താണ് അതിനെക്കുറിച്ചാണ് പറയേണ്ടത്? ബുദ്ധിയുള്ളവർ മരണത്തെക്കുറിച്ച് സംസാരിക്കും. ബുദ്ധിയുള്ള മുഅ്മിൻ മരണത്തെക്കുറിച്ച് ഓർക്കും. ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ 3 കാര്യങ്ങളെ കൊണ്ട് അവൻ ആദരിക്കപ്പെട്ടു. മൻ അക്തറ ദിക്റൽ മൗത്ത് ഉക്രിമ തലാസതി അശിയാഇൻ, 3 കാര്യം കൊണ്ട് അവർ ആദരിക്കപ്പെട്ടു. ഒന്ന് തഅജീലു തൗബ, തൗബക്ക് വേണ്ടി ധൃതി കാണിക്കും. നാളെ മരിക്കുകയാണെന്നൊരു ഇൻഫർമേഷൻ കിട്ടി, നാളെ മരിക്കാൻ സാധ്യതയുണ്ട്, ഇന്ന് ചെയ്ത പാപങ്ങൾക്കൊക്കെ പൊറുക്കലിനെ തേടും, ഉറപ്പാണ്. രണ്ടാമത്തത് ഖനാഅത്തുൽ ഖൽബ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. റിസ്ക് കുറഞ്ഞാലും മനസ്സംതൃപ്തി ഉണ്ടാകും. കാരണം ഫാറഖദ് ദുനിയ, ദുനിയാവിൽ നിന്ന് വിട്ടുപോകേണ്ടവനാണ് നമ്മളെന്ന ചിന്തയുണ്ടാകും. ഒരു ഡ്രസ്സാണ് ഒരു സമയത്ത് ധരിക്കാൻ പറ്റുക, ഒരു വാഹനത്തിലെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ, ഒരു കട്ടിലിലെ ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ, ഒരു വീട്ടിലെ താമസിക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു വയറെ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മതി മനുഷ്യന്. കാരണം അവൻ്റെ ശാശ്വതമായ ജീവിതം ഇവിടെയല്ല, നാളെ പരലോകത്താണെന്നൊരു വികാരമുണ്ടായാൽ അവൻ്റെ മനസ്സംതൃപ്തി ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം നശാത്തിൽ ഇബാദ, ഇബാദത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയുണ്ടാകും. ഇന്ന് ഇശാഇന് നമസ്കരിക്കുന്നതിന് മുമ്പ് നാളെ മരിക്കുമെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഇന്നത്തെ ഇശ എങ്ങനെ ഉണ്ടായിരിക്കും, ഇന്നത്തെ മഗ്രിബ് എങ്ങനെ ഉണ്ടായിരിക്കും, നാളെ ഉച്ചക്കാണ് മരിക്കുകയെങ്കിൽ നാളത്തെ സുബ്ഹി ജമാഅത്ത് എങ്ങനെ ഉണ്ടായിരിക്കും, നമസ്കാരം നന്നാക്കാൻ പറ്റും. വമിൻ നസിയത്തിൽ ഈ 3 കാര്യങ്ങൾ മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തവൻ, ആരെങ്കിലും മരണത്തെക്കുറിച്ചുള്ള മറവി വന്നാൽ അവൻ ഓർമ്മ വന്നില്ലെങ്കിൽ അവൻ 3 കാര്യം അവനുമുണ്ടാകും. എന്താ 3 കാര്യങ്ങൾ? ഒന്നാമത്തത് അവൻ തൗബ ഒഴിവാക്കും. നമ്മൾ ഇന്നലെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നലെ തൗബ ചെയ്യുന്നതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടാകും. രണ്ടാമത്തേത് ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാവുകയില്ല. ഇല്ലാത്തത് തെരഞ്ഞു പിടിച്ച് കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് നിരാശപ്പെട്ട് ആകെ തലവേദന വന്ന് തലവരുത്ത് ഇനി എന്ത് ചെയ്യും റബ്ബേ എന്ന് വിചാരിച്ച് ദുനിയാവിനെ ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാകും മരണത്തെ ഓർത്തിട്ടില്ലെങ്കിൽ. മൂന്നാമത്തെ കാര്യം ഇബാദത്തിനോട് മടുപ്പ് തോന്നും. ഇബാദത്തിനോട് മടുപ്പ് തോന്നും. അസർ നമസ്കാരം ശരിയായില്ല, ഇനി നാളെ അസർ ശരിയാക്കാം. മഗ്രിബ് ശരിയായില്ല, ഇനി നാളെ മഗ്രിബ് ശരിയാക്കാം. നീട്ടിവെക്കലിലേക്ക്, ഇബാദത്തിനെ നന്നാക്കുന്നത് നീട്ടിവെക്കലിലേക്ക് മരണത്തെക്കുറിച്ചുള്ള മറവി നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് ദക്കാക്ക് റഹ്മഹുല്ല പറഞ്ഞ വാചകമാണിത്. ദുനിയാവിൻ്റെ പിറകെ ഓടരുത്. ദുനിയാവിൻ്റെ പിറകെ ഓടിയവരൊന്നും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. മുസ്തൗദിരി റഹ്മഹുല്ലയിൽ നിന്ന് നിവേദനം, പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകത്തിൻ്റെ അവസ്ഥ നിങ്ങളിൽ ഒരാൾ സ്വന്തം വിരൽ സമുദ്രത്തിൽ മുക്കിയെടുക്കുന്നത് പോലെയാണ്. സ്വന്തം വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്ത് ഇതിൽ കാണുന്ന വെള്ളം, ആ വെള്ളത്തുള്ളിയുടെ അത്രയാണ് ദുനിയാവ്. ആ പരലോകമോ ആ പാരാപാരം കിടക്കുന്ന ആ വെള്ളത്തിൻ്റെ അത്രയും പരലോകം ബാക്കിയുണ്ട്. ആ പരലോകത്തെ സുഖത്തെക്കുറിച്ച്, പരലോകത്തെ സൗഖ്യത്തെക്കുറിച്ച്, അവിടെ രക്ഷപ്പെടലിനെക്കുറിച്ച്, അവിടുത്തെ ചോദ്യത്തെക്കുറിച്ച്, അവിടുത്തെ കർമ്മങ്ങളെ തൂക്കുന്നതിനെക്കുറിച്ച്, അവിടുത്തെ സിറാത്തിനെക്കുറിച്ച്, അവിടുത്തെ മീസാനിനെക്കുറിച്ച്, അവിടുത്തെ അള്ളാഹുവിനെ കണ്ടുമുട്ടലിനെക്കുറിച്ച് ബേജാറാവാത്ത ഒരാൾക്കും നന്മ വർദ്ധിപ്പിക്കാനോ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് മരണത്തെ ഓർത്ത് ഈ ജീവിതം വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. വമാഹാദിഹിൽ ഹയാത്തിദ് ദുനിയ ഇല്ലാ ലഹുവും വലഅബും വഇന്നദ്ദാറൽ ആഖിറതി ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ യഥാർത്ഥ ജീവിതം നാളെ പരലോകത്താണ്. ഈ ജീവിതം വിനോദവും കളിയും വിനോദവും മാത്രമാണ്. ഇവിടെ പരീക്ഷണത്തിന് വേണ്ട ഒരാത്മാവിനെ പരീക്ഷണത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ഇനി പരീക്ഷണം കഴിഞ്ഞാൽ ഈ ആത്മാവിനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മരണം. അതോടുകൂടി ദേഹത്തിൽ നിന്നും ദേഹി വിട്ടകലുമ്പോൾ ദേഹിയുടെ യഥാർത്ഥ അവസ്ഥ അള്ളാഹു വിലയിരുത്തുമെന്ന ഒരു ബോധമുണ്ടായി മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരം ആളുകളിൽ അള്ളാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്നുകളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരലോകത്തിലേക്കുള്ള കവാടമാണ് മരണം. ആ കവാടത്തിൻ്റെ മുന്നിലെത്തിയാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് എന്ത് ചെയ്തു വെച്ചു എന്ന് മനുഷ്യൻ നോക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ അല്ലാഹു അറിയും, നാളെ വിചാരണ ചെയ്യും. അങ്ങനെ നാളേക്ക് ചെയ്തു വെക്കാത്ത ആളുകൾ നാളെ പരലോകത്തേക്കുള്ള കവാടത്തിലെത്തുമ്പോൾ, മരണത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അവർ പറയുന്ന ഒരു വാചകമുണ്ട്, റബ്ബിർജിഊൻ, അള്ളാഹുവെ ഒന്ന് തിരിച്ച് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണം. എന്തിനാ തിരിച്ചു കൊണ്ടുവരുന്നത്? മകളെ കെട്ടിച്ചിട്ടില്ല, അതിനല്ല. കച്ചവടം ഞാൻ വിചാരിച്ച രൂപത്തിൽ വളർന്നിട്ടില്ല, അതിനല്ല. എനിക്ക് കുറച്ചാളുകളോട് ചില കടപ്പാടുകൾ തീർക്കാനുണ്ട്, അതിനല്ല. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച കുറേ സൽക്കർമ്മങ്ങളുണ്ട്, അതെനിക്ക് ചെയ്യണം എന്നവൻ വിലപിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഖബറിലേക്ക് ഉണ്ടാക്കാനും വേണ്ടിയാണ് അവൻ തിരിച്ചുപോക്കിനെ ആഗ്രഹിക്കുക. കല്ല, അങ്ങനെ വേണ്ട. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് അവൻ്റെ വെറും വാക്കാണ്. വമിൻ വറാഇഹിം ബർസഖും ഇലാ യൗമി യുബഅഥൂൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ അവൻ ഒരു മറയിടപ്പെട്ട സ്ഥലം ബർസഖിലായിരിക്കും എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, വീഴ്ച വരുത്തിയ ഓരോരുത്തരും മരണാസന്ന സമയത്ത് ഖേദിക്കുകയും തൃപ്തി തേടിക്കൊണ്ടിരിക്കുകയും കൈവിട്ടു പോയത് തിരിച്ചു പിടിച്ചുകൊണ്ടും ഒരല്പമെങ്കിലും കാലയളവ് നീട്ടിക്കിട്ടാൻ അവർ തേടുകയും ചെയ്യും. അത് വിദൂരത്തായിരിക്കും, അത് അതിവിദൂരത്തായിരിക്കും. മരണത്തെ ഉറപ്പിച്ച് മലക്ക് വന്ന് കണ്ണിൻ്റെ ചാരത്തിരുന്നാൽ, കണ്ണിൻ്റെ കാഴ്ചയുള്ള സ്ഥലത്തിരുന്നാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല എന്ന് മനുഷ്യന് ബോധ്യപ്പെടുമ്പോൾ ഈ ദുനിയാവിനെ ഒരു നിമിഷം കൊണ്ട് 75 വർഷത്തെ വിലയിരുത്തുന്ന സമയമായിരിക്കും അത്. ഒരു നിമിഷം കൊണ്ട് 43 വർഷത്തെ വിലയിരുത്തുന്ന സമയമായിരിക്കും അത്. ആ സമയത്തെത്തുന്നതിന് മുമ്പ് ബുദ്ധിയുണ്ടോ? അവർ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മുഅ്മിനായി മാറി മരണത്തിന് മുമ്പ് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു വെച്ച് നാളെ പരലോകമാകുന്ന ആ ലോകത്തേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. കൽബുൻ സലീമായി തിരിച്ചു പോകുന്നവർക്കാണ് അവിടെ വിജയമുണ്ടാവുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കൽബുൻ സലീമിന് വേണ്ട പ്രത്യേകതകൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി വഫാത്താകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആഴ്ചയിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.